ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നൊരു റെസിപ്പി ആയിട്ട് വന്ന ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ബജിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു കോളിഫ്ലവർ ഫ്രൈ ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 വലിയ കോളിഫ്ലവർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എല്ലാം ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നല്ല പെട്ടെന്ന് ക്രിസ്പായിട്ട് കിട്ടും. ഒരുപാട് വലുതായി കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ സോഗി ടൈപ്പായി പോകും. അപ്പോൾ ചെറുതാക്കി എടുക്കാൻ നോക്കുക. എന്നിട്ട് നമ്മളൊരു പാത്രത്തിനകത്തേക്ക് കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. അപ്പോൾ വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ കോളിഫ്ലവർ അരിഞ്ഞു വെച്ചിരുന്നത് അതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒരു ഹാഫ് കുക്ക് ആവുന്നവർ, ഒരുപാട് കുക്കായി പോകണ്ട. ഒരുപാട് കുക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വറുക്കുമ്പോൾ അതൊന്നും കൂടെ കുക്കായി പോകും. അപ്പോൾ അതിനെക്കാട്ടി അല്ലത് ഒരു മീഡിയം കുക്കായി കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ നല്ലോണം അത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുന്നുണ്ട്, ഒരു 10 മിനിറ്റ്. അപ്പോൾ അത്രയൊക്കെ നേരെ ആവശ്യം വരുള്ളൂ. അങ്ങനെ നമ്മുടെ കോളിഫ്ലവറൊക്കെ ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടിയിട്ടുള്ള മസാലകൾ ഞാനിപ്പോൾ ഇതിനകത്തേക്ക് തന്നെ ആഡ് ചെയ്യാണ്. അപ്പോൾ ഒരു 2 വലിയ ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ഇല്ലാത്തവർക്ക് അരിപ്പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം റവ ചേർക്കുന്നുണ്ട്. റവ ചേർക്കുന്നത് നമ്മൾ ഓൾറെഡി കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്, അതല്ലാതെ കുറച്ചും കൂടെ നല്ല ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവയും കൂടെ ചേർക്കുന്നത്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മൈദയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണോളം മുളക് പൊടി, ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മൾ ബജി ഐറ്റംസിന് മിക്സ് ചേർക്കുമ്പോൾ കുറച്ച് കായപ്പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് കുറച്ച് കൂടുതൽ ചേർത്തത്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി, ചതച്ചാൽ മതി, ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ചതച്ചാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വന്നോളും. അതും പിന്നെ കുറച്ച് വെള്ളം ചേർക്കേണ്ടി വരും. ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് മസാല വേണ്ട, ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് ജസ്റ്റ് കോട്ട് ചെയ്തിരിക്കുന്ന രീതി, ഒരുപാട് ഫുൾ കവർ ചെയ്ത് കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് കുറച്ച് മസാല മാത്രം മതി. ഇതേപോലെ എന്നിട്ട് നല്ലോണം എണ്ണ തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കോളിഫ്ലവറും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റിന് വെക്കണം കേട്ടോ, അതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കിനുമാണ് നമ്മൾ വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ എല്ലാം നല്ല വറുത്ത് എടുക്കുക. കുറച്ച് ഈ ഒരു കളറിലാണ് അത് എടുക്കേണ്ടത്. അപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് തന്നെ കിട്ടും. പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസൊക്കെ ചേർത്തിട്ട് നല്ലോണം കഴിക്കുക. അടിപൊളി ടേസ്റ്റുള്ളൊരു സംഭവമാണ്. നമ്മൾ കടയിൽ നിന്ന് കഴിക്കുന്ന സെയിം ടേസ്റ്റിന് തന്നെ സാധനം കിട്ടും. അപ്പോൾ നോമ്പായതുകൊണ്ടാണ് ഞാൻ കഴിച്ചൊന്നും കാണിക്കാഞ്ഞത്, എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. ആ ഒരു വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് നല്ലോണം മുന്തി നിൽക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയൊക്കെ നിങ്ങൾ ആഡ് ചെയ്യാൻ നോക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇഫ്താർ ടൈമിൽ ഇതൊക്കെ ഉണ്ടാക്കി ഒന്ന് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.